ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിലുള്ള റീഡിംഗ് കോർണർ സെക്ഷനിലെ ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. ദ സ്ക്വിറൽ ക്രോസസ് ദ റിവർ. അതാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര്. സ്ക്വിറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആരാണ് സ്ക്വിറൽ? അണ്ണാനല്ലേ. ക്രോസസ് ദ റിവർ. റിവർ എന്ന് പറഞ്ഞാൽ അരുവി. ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മുറിച്ച് കടക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റോറിയുടെ പേര്? ഒരു അണ്ണാൻ അരുവി മുറിച്ച് കടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്റ്റോറി എന്ന്. ഹായ് സോനു, ഹൗ ആർ യു? ഫൈൻ മിനി, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, പ്ലീസ് കം ഫോർ ദ പാർട്ടി. അപ്പോൾ ഇവിടെ സ്ക്വിറലും ഉണ്ട് റാബിറ്റും ഉണ്ട്. നമുക്ക് ആ ഒരു പിക്ചറിൽ കാണാം അല്ലേ? സ്ക്വിറലിൻ്റെ പേരെന്താണ്? മിന്നി. റാബിറ്റിൻ്റെ പേരെന്താണ്? സോനു. അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഹായ് സോനു, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് ആരാണ്? സ്ക്വിറലാണ്. സ്ക്വിറലിൻ്റെ പേരെന്താണ്? മിന്നിയാണ്. മിന്നി ചോദിക്കുകയാണ് ഹായ് സോനു, ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സോനു എന്താ പറയുന്നത്? ഫൈൻ, സുഖമാണ് മിന്നി എന്ന് പറഞ്ഞു. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്. പ്ലീസ് കം ഫോർ ദ പാർട്ടി. അപ്പം പാർട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. പിറന്നാൾ ആഘോഷമുണ്ട്, അപ്പോൾ പാർട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് എന്താണ് മിന്നീനെ വിളിക്കുകയാണ് സോനു. ഓക്കെ, സ്ക്വിറലിനെ റാബിറ്റ് ക്ഷണിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മിന്നി ഈസ് എ ബേബി സ്ക്വിറൽ. മിന്നി ആരാണ്? ഒരു ബേബി സ്ക്വിറലാണ്, ഒരു കുഞ്ഞു അണ്ണാനാണ്. ഷീ ലീവ്സ് ഓൺ എ ട്രീ നിയർ ദ റിവർ. എവിടെയാണ് അവൾ ജീവിക്കുന്നത്? ഷീ എന്ന് പറയുന്നത് നമ്മളുടെ അണ്ണാനാണ് കേട്ടോ. അപ്പം അവൾ ലീവ്സ് ഓൺ എ ട്രീ, ഒരു മരത്തിലാണ് ജീവിക്കുന്നത്. നിയർ ദ റിവർ, അതായത് നമുക്ക് പിക്ചറിൽ കാണുന്നില്ലേ ഒരു റിവർ, ഒരു അരുവി. അപ്പോൾ ആ അരുവിയുടെ അടുത്തുള്ള ഒരു മരത്തിലാണ് ഈ ഒരു അണ്ണാൻ താമസിക്കുന്നത്. വൺ ഡേ മിന്നി വാസ് ഫിഷിംഗ് ഇൻ ദ റിവർ. വൺ ഡേ, ഒരു ദിവസം, മിന്നി വാസ് ഫിഷിംഗ് ഇൻ ദ റിവർ. മിന്നി ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അതിൽ കാണാമല്ലോ പിക്ചറിൽ എന്താണ്? മിന്നി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തിനാണ്? മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം മിന്നി ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോനു ദ റാബിറ്റ് ലീവ്സ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റിവർ. അപ്പോൾ സോനു ആരാണ്? റാബിറ്റ് ആണ്. എവിടെയാണ് ജീവിക്കുന്നത്? ലീവ്സ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ റിവർ. റിവറിൻ്റെ, അരുവിയുടെ മറുവശത്തായിട്ടാണ് ഈ ഒരു റാബിറ്റ് സോനു ജീവിക്കുന്നത്. സോനു ഇൻവൈറ്റഡ് മിന്നി ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ സോനു എന്ത് ചെയ്യാണ്? ഇൻവൈറ്റ് ചെയ്യാണ്. ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. മിന്നീനെ ക്ഷണിച്ചു. എന്തിനാണ്? ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി, അവൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക്, അതായത് പിറന്നാൾ ആഘോഷത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് റാബിറ്റ് നമ്മളുടെ മിന്നീനെ, അതായത് സ്ക്വിറലിനെ വിളിക്കുകയാണ് സോനു. നെക്സ്റ്റ് എന്താണ്? താങ്ക് യു, ബട്ട് ഹൗ കൻ ഐ ക്രോസ് ദ റിവർ. അപ്പോൾ താങ്ക്സ് പറയാണ് പാർട്ടിക്ക് വിളിച്ചതിന് മിന്നി. എന്നിട്ടോ ബട്ട് ഹൗ കൻ ഐ ക്രോസ് ദ റിവർ, പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു റിവർ ക്രോസ് ചെയ്യാൻ പറ്റുക? ഈ ഒരു അരുവി ക്രോസ് ചെയ്ത് അപ്പുറത്ത് വരാൻ പറ്റുക എങ്ങനെയാണ് എന്ന് സ്ക്വിറൽ ചോദിക്കുകയാണ്. ത്രൂ ദ സ്ട്രിങ് ടു മീ. ആ ഒരു ചൂണ്ടയുടെ കയറുണ്ടല്ലോ, അതാണ് ഇവിടെ സ്ട്രിങ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് റാബിറ്റിൻ്റെ അടുത്തേക്ക്, സോനുവിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഹിയറിങ് ദിസ് മിന്നി ബിക്കെയിം വെരി ഹാപ്പി. അപ്പോൾ ഇത് കേട്ടപ്പോൾ മിന്നി വളരെയധികം ഹാപ്പിയായി. ബർത്ത്ഡേ പാർട്ടിക്ക് പോവാമല്ലോ അത് ആലോചിച്ചിട്ട്. ബട്ട് ഷീ കുഡിൻ സ്വിം. പക്ഷെ എന്താണ്? അവൾക്ക് സ്വിം ചെയ്യാൻ അറിയില്ല. സ്വിം എന്ന് പറഞ്ഞാൽ എന്താണ്? നീന്താം അല്ലേ? ആ ഒരു അരുവി കടന്ന് അപ്പുറം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നീന്തണം. പക്ഷെ അത് അറിയില്ല, നീന്താൻ അറിയില്ല. ദെൻ ഹൗ കുഡ് ഷീ ഗോ ഫോർ സോനൂസ് ബർത്ത്ഡേ പാർട്ടി. പിന്നെ എങ്ങനെയാണ് സോനുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് മിന്നി പോവുക, നമ്മുടെ സ്ക്വിറൽ പോവുക? സഡൻലി സോനു ഹാഡ് ആൻ ഐഡിയ. പെട്ടെന്ന് സോനുവിനൊരു ഐഡിയ കിട്ടി. എന്താണ് ഐഡിയ? ത്രൂ ദ സ്ട്രിങ് ടു മീ, ഫിക്സ് ദ ഫിഷിംഗ് ഹുക്ക് ഓൺ ദ ട്രീ, സെറ്റ് സോനു. അപ്പോൾ സോനു എന്താ പറഞ്ഞത്? ത്രൂ ദ സ്ട്രിങ് ടു മീ, ആ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ അത് എൻ്റെ അടുത്തേക്ക് എറിയ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു നൂലുണ്ടല്ലോ, ഈ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കയറ്, അത് എൻ്റെ അടുത്തേക്ക് എറിയൂ. എന്നിട്ടോ ഫിക്സ് ദ ഫിഷിംഗ് ഹുക്ക് ഓൺ ദ ട്രീ. ആ ഒരു ട്രീയിൽ ആ ഒരു ഫിഷിംഗ് ഹുക്ക് ഉണ്ടല്ലോ, മീനിനെ പിടിക്കുന്ന ആ ഒരു ഹുക്ക്, അത് ട്രീയിൽ ഫിക്സ് ചെയ്യാൻ, ട്രീയിൽ എന്താണ് പിടിപ്പിച്ച് വെക്കാൻ പറയാണ്. സെറ്റ് സോനു പറഞ്ഞു.
നെക്സ്റ്റ് പേജ് നോക്കാം. ഹാങ് ദ അംബ്രല ഓൺ ദ സ്ട്രിങ്, ഐ ടൈ ഇറ്റ് ഹിയർ. അപ്പം എന്താ പറയുന്നത്, ഹാങ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുന്നതിനാണ് ഹാങ് എന്ന് പറയാം. അംബ്രല പറഞ്ഞാൽ നമുക്കറിയാം കുട അല്ലേ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട്, നൂല് അല്ലേ, ചരട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഹാങ് ദ അംബ്രല ഓൺ ദ സ്ട്രിങ്, അതായത് ആ ഒരു ചരടിൽ അംബ്രല കുട തൂക്കിയിടാനാണ് പറയുന്നത്. ഐ ടൈ ഇറ്റ് ഹിയർ, അതായത് ആ ഒരു ചരടിൻ്റെ അറ്റം ഞാനിവിടെ കെട്ടാം എന്ന് പറയുകയാണ്. മിന്നി ദ സ്ക്വിറൽ ഫിക്സ്ഡ് ദ ഹുക്ക് ഓൺ ദ ട്രീ. മിന്നി എന്ത് ചെയ്തു, സ്ക്വിറൽ കേട്ടോ, എന്താ ചെയ്തത്, ഫിക്സ്ഡ് ദ ഹുക്ക് ഓൺ ദ ട്രീ. ഒരു എന്താണ്, അരുവിയുടെ ഒരു വശത്തുള്ള ഒരു ട്രീയിൽ, അതായത് സ്ക്വിറൽ നിൽക്കുന്ന വശത്തുള്ള ട്രീയിൽ എന്ത് ചെയ്തു, ആ ഹുക്ക് ഫിക്സ് ചെയ്തു. സോനു ടൈഡ് ദ സ്ട്രിങ് ഓൺ എ ബുഷ് ഓൺ ദ അതർ സൈഡ്. സോനു എന്താ ചെയ്തത്, ടൈഡ് ദ സ്ട്രിങ് ഓൺ എ ബുഷ്. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെട്ടി. ദ സ്ട്രിങ്, ആ ഒരു ചരട് എവിടെയാണ് കെട്ടിയത്, ഓൺ എ ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി. ഓൺ ദ അതർ സൈഡ്, മറുവശത്തുള്ള ഒരു കുറ്റിച്ചെടിയിൽ ആ ഒരു സ്ട്രിങ്ങിൻ്റെ അപ്പുറത്തുള്ള അറ്റം ഉണ്ടല്ലോ, അത് കുറ്റിച്ചെടിയിൽ കെട്ടിവെച്ചു. മിന്നി ഹങ് ഹെർ അംബ്രല ഓൺ ദ സ്ട്രിങ്. മിന്നി എന്ത് ചെയ്തു, അംബ്രല അതായത് കുട ആ ഒരു സ്ട്രിങ്ങിൽ തൂക്കിയിട്ടു. ഹേയ് ഹേയ് ഹിയർ ഐ കം. അപ്പോൾ എന്താണ്, നമുക്ക് പിക്ചറിൽ കാണാം, അംബ്രല്ലയിൽ അകത്ത് കയറിയിരിക്കുന്നുണ്ട് നമ്മളുടെ മിന്നി, എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് അല്ലേ. ഹേയ് ഹേയ് ഹിയർ ഐ കം, ഞാൻ വരികയാണ് എന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് നമ്മളുടെ സ്ക്വിറൽ. മിന്നി സാറ്റ് ഓൺ ദ അംബ്രല ആൻഡ് ക്രോസ്ഡ് ദ റിവർ. മിന്നി എന്ത് ചെയ്തു, അംബ്രലയിൽ കയറിയിരുന്നു, എന്നിട്ട് എന്ത് ചെയ്തു, ക്രോസ്ഡ് ദ റിവർ. റിവർ മുറിച്ച് കടന്നു, ആ ഒരു അരുവി മുറിച്ച് കടന്നു, ക്രോസ് ചെയ്തു. മിന്നി ആൻഡ് സോനു എൻജോയ്ഡ് ദ ബർത്ത്ഡേ പാർട്ടി. മിന്നിയും അതേപോലെ തന്നെ സോനുവും എന്താണ്, ബർത്ത്ഡേ പാർട്ടി വളരെയധികം എൻജോയ് ചെയ്തു. അവർ നല്ല അടിപൊളിയായിട്ട് ആ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു റിവർ ക്രോസ് ചെയ്യാനുള്ള അവരുടെ ബുദ്ധി, അതാണ് സൂപ്പർബായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.